കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഒരു വീട് കിട്ടിയില്ലേ. പക്ഷെ കാക്കനാടെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ ആലപ്പുഴയ്ക്ക് അടുത്ത്. ഞങ്ങൾ സിനിമാക്കാർക്ക് പനമ്പള്ളി നഗറായിരുന്നു ബെറ്റർ. ആ പാലത്തിന്റെ അടിയിൽ കൂടെ ബാച്ചിലേഴ്സിന് ഇവിടെ കിടക്കാൻ സ്ഥലം കിട്ടി. കഷ്ടപ്പെട്ടിട്ടാണ് ഇതും കിട്ടിയത്. നീ സിനിമക്കാരെന്നും ഇവിടെ പറഞ്ഞ അവര് ശല്യപ്പെടുത്തും അല്ലേ? ഇല്ല, അവര് ശല്യാണെന്ന് പറഞ്ഞെടുത്ത് വെളിക്കളി. എന്റെ അളിയ എമ്മാതിരി ചൂട്. നീ ആ ബ്രോക്കറെ ഒന്ന് വിളിച്ചു. ഇത് എത്ര നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അന്തോ ഇല്ലാതെ നടക്കും. അയാള് തന്ന ലൊക്കേഷൻ വെച്ചാടി നടക്കണേ. എത്താറായി. നല്ല ഏരിയ അല്ലേ? കൊള്ളാല്ലേ? ആയിട്ടല്ലേ ഞാനായിട്ടായിട്ട് അല്ല ഇതെന്നാ? ഇതൊരു ഷോർട്ട് ഇവന്റെ ഷോർട്ട് ഹെയർ പ്രോബ്ലം ആൾക്കാർ കാണാതിരിക്കാൻ വേണ്ടിട്ട് പുറത്തു പോകുന്നതൊക്കെ അല്ലേ? മുടി വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. അതല്ല തൊപ്പി വെച്ച എനിക്ക് തോന്നി. അല്ല നിങ്ങൾ മൂന്നാളുണ്ട് വന്നിട്ട് ഒരാളെടുത്തു. ഒരാൾ വരാൻ കുറച്ച് ടൈം എടുക്കും ചേട്ടാ. പിന്നെ നമ്മളിങ്ങനെ നേരത്തെ വരാന്ന് വിചാരിച്ചു. ഓല് വന്നാലും വന്നിട്ടില്ലേലും എല്ലാ മാസം കറക്റ്റായിട്ട് 5 തീയതി കായ് കൊടുക്കണം. പൈസ കുറച്ച് കൂടുതലാണെങ്കിൽ സൗകര്യക്കെല്ലാം നല്ല കുറവുണ്ട്. അല്ല വന്നാലും നിൽക്കണ്ട. പുര കാണാം. വാ വരി. പോരി. ഞാൻ പോരും. കുറച്ചുകൂടെ ബെറ്റർ പ്ലേസസ് നോക്കായിരുന്നു അല്ലേ? ഇപ്പൊ കിട്ടു. കുഞ്ഞും മോനെ ഈ കൊച്ചിയിൽ ഐറ്റിയിൽ ജോലി ചെയ്യുന്നൊരു ചങ്ങായും കല്യാണം കഴിച്ചൊരു കൊലപാതകം വീട് നോക്കിക്കഴിഞ്ഞാൽ കല്യാണം കഴിച്ചവനെ വീട് കിട്ടും. പിന്നെ ഇവിടെ ബലി കുടി ഒന്നും പറ്റൂല. പ്രധാനമായിട്ട് പൂച്ച പട്ടി കോഴി താറാവ് ഇനിയൊന്നും വളർത്തുവാനും പറ്റൂല. പിന്നെ ചങ്ങായിമാരൊന്നും വിളിച്ചോണ്ട് വരരുത്. വന്നാൽ തന്നെ പൂച്ചെടുക്കരുത്. ഞാൻ എടുത്തിട്ടില്ല, നീ എടുത്തോ? എന്താ കൂറ്റി? ഒച്ചയും പുളി എടുക്കരുത്. സിനിമ തുടങ്ങുന്ന സ്റ്റാർട്ട് ഓട്ടറുവാണെങ്കിൽ ശ്വാസം എടുക്കാവോ? കഴിഞ്ഞ അയൽക്കാർക്കൊന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നാ എടുത്തോ. എടുക്കുന്നില്ല. ചെക്കന്മാർ താമസിക്കുന്നിടത്ത് പ്രധാനമായിട്ടുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. പെണ്ണ്. അയ്യേ, ഞങ്ങളെ കണ്ടിട്ട് ചേട്ടൻ അങ്ങനെയുള്ള ആൾക്കാരാന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ തമ്പി സാറ് ബാക്കി കഥ നോക്കിക്കോളും. പുള്ളി ഏതോ കഥ നോക്കുന്നുണ്ട്. നീ തമ്പി സാർ ഏതോ പ്രൊഡ്യൂസർ എന്നാ തോന്നുന്നേ. ഞങ്ങൾ പ്രശ്നക്കാരൊന്നുമല്ല ചേട്ടാ, ഞങ്ങൾ സിംഗിളാ. നീ മിങ്കിളാകാൻ വന്നാലും ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. ആയിക്കോട്ടെ, എന്തായാലും ആയിക്കോട്ടെ. പിന്നെ എൻ്റെ കമ്മീഷൻ കറക്റ്റായിട്ട് ഗൂഗിൾ പേ ചെയ്യുക. നമ്പർ അറിയാലോ? ആ ചെയ്തോ. ബാക്കി കാര്യത്തിന് എന്നെ വിളിച്ചതിന് ബുദ്ധിമുട്ടിക്കില്ല മക്കളെ. ഗൂഗിൾ പേ. ബ്രോക്കർ പറഞ്ഞാട്ടല്ലോ, നോ കള്ള് നോലേ. ഓക്കെ. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഈ കുപ്പി എന്തെങ്കിലും കാണിക്കും. പക്ഷെ പഴയ്ക്ക് നിർത്തനും കൂടി വരാനില്ലേ? അതെന്താവോ എന്തോ. ഷെയർ ഇടാൻ ആളാവുമല്ലോ. നീ പോയി കുളിച്ചിട്ട് വാ, നമുക്ക് രണ്ടെണ്ണം അടിക്കാം. ഇത് ചേട്ടൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എടാ കിഷോറേ. എന്താടാ? എടാ മറ്റവൻ വിളിച്ചിട്ടുണ്ടല്ലോ കൊച്ചു, നീ കേട്ടില്ലേ? ഞാനേം കേട്ടില്ല. ഞാൻ എന്റെ ഈ സാധനങ്ങളൊക്കെ റൂമിലൊന്ന് സെറ്റ് ചെയ്യുമായിരുന്നു. നീ അവൻ അഡ്രസ് ഇട്ട് കൊടുത്തതല്ലേ? എടാ ആക്കെ കൊടുത്ത്. പക്ഷെ ഇന്ന് വരുന്നൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ എന്തിനാ വിളിച്ചേ? നീ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഒരു പരിചയമില്ലാത്ത ടീമിനെ എന്ത് വിശ്വസിച്ചാടാ കൂടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്? വേണ്ട, നിന്നെപ്പോലെ നാട്ടിലെ ജോലിയും കൂലി ഇല്ലാത്തവരുടെ ലിസ്റ്റിംഗ് ഇടുക. നിന്നെ തീറ്റിപ്പോറ്റും പോലെ അവന്മാർക്ക് ഞാൻ ചെലവിനെടുക്കാം. എന്തേ ഇവിടെ 100 വെച്ചിരിക്കുമ്പോ അവൻ വലിയ സൈക്കോ കില്ലറും ആണെങ്കിലും നീ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? നീ ഒന്ന് പേടിപ്പിക്കാതെ പോയടാ. ഇവിടെ ഫ്ലാറ്റ് ഷെയറിംഗ് നോർമലാണ്. പിന്നെ കൊച്ചു പേരുള്ള കില്ലറൊന്നും ഉണ്ടാവില്ല. അതെന്ത് പേരാടാ? കൊച്ചു. ഒരു വാലും തലയില്ലാതെ. അല്ല എല്ലാ പേരും കൊച്ചു, കൊച്ചുമോൻ, കൊച്ചു പ്രേമൻ, കൊച്ചുണ്ണി. വല്ല കള്ളം വല്ല ആയിരിക്കൂ. സ്റ്റോറിയിലും പ്രഡിക്റ്റബിൾ ആവുമല്ലോ. നീ ആദ്യം നിന്റെ സിനിമ കൊണ്ടടി ഇരുത്തിക്കോ. ആരാ? ഞാൻ കൊച്ചു. ആദ്യല്ലേ ഫേസ്ബുക്കില് റൂംമേറ്റ് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്. ഞാനാണ് പുതിയ റൂംമേറ്റ്. റെന്റ് കുറച്ച് കൂടുതലാ, എന്നാലും കുഴപ്പമില്ല. കൊഴപ്പില്ലാന്നോ? ഞങ്ങൾക്കൊക്കെ ഉണ്ടെങ്കിലോ? എന്ത് കുഴപ്പം? നീ ഏതാ? നീ ഏതാ? താനല്ലേ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് പറഞ്ഞത് ഇവിടെ വേക്കൻസി ഉണ്ട്, ഹാഫ് റെന്റ് വേണം, ഇത്ര ഡെപ്പോസിറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാല് മാറുന്നു. ഞാൻ അറിഞ്ഞതാ പെണ്ണാണ്. താനോട് ചോദിച്ചോ ഞാൻ പെണ്ണാണോ എന്ന്? എന്നാ പിന്നെ എന്റെ 50,000 രൂപയ്ക്ക് തന്നിക്ക്, ഞാൻ എവിടെയും പൊക്കോളാം. അല്ല അതിപ്പം ഇവിടെ കൊടുത്തുപോയില്ലേ? കൊടുത്തോ? അപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ സ്ഥിര സംസാരമൊക്കെ ഉണ്ട്. നിന്റെ പേരെന്താ? കിഷോർ. മോനെ കിഷോറെ, എന്തോ? എനിക്ക് ഈ ബാഗ് ഒക്കെ ഒന്ന് വെക്കണം, ഒന്ന് കുളിക്കണം. റൂം എവിടെയാ? കൊച്ചു ഞാൻ റൂം എടുത്തു. ഞാൻ ബാഗ് കൊണ്ട് വെച്ചേക്കാം. വലിയ ഉപകാരം. പിടിച്ചോ. നല്ല കുട്ടിയല്ലേ? അവളെ സലിക്കിട്ടിട്ടോണ്ടി. പിന്നെ നീ അല്ലേ ആളെ നോക്കാതെ കൊണ്ടുവന്നു? ഞാനറിഞ്ഞ പെണ്ണാണ്. പെണ്ണിന്റെ ശബ്ദം കേട്ടാ മനസ്സിലാക്കില്ല. പൊട്ടാ. നോ കോൾസ് ഓൺലി ടെക്സ്റ്റ് എന്ന് പറഞ്ഞത് ഇതിനായിരുന്നു. അവളുടെ അമ്മൂമ്മയുടെ പൂച്ചയുടെ DP. ആണുങ്ങളായാലും പൂച്ചയുടെ ഫോട്ടോ DP ഇടുവാടാ. മരമണ്ട.
എന്താ അത് മദ്യപാനമോ? എന്താ പറ്റില്ലേ? അത് പറ്റൂ. ഇനി അടുത്ത വള്ളി എന്താണോ? അയ്യോ കുപ്പി. കുപ്പി മാത്രമാണുള്ള പ്രശ്നം. ആ കുപ്പി എവിടെ കൊണ്ട് കൊടുക്കണം? കുപ്പി നമസ്കാരം. പ്രഭാകരൻ തമ്പി, അസോസിയേഷൻ സെക്രട്ടറിയാണ്. ആ ഹായ് സാർ. ആ ഉള്ളിലേക്ക് വരാലോ അല്ലേ? ആ ഓ ഞാൻ ആർമിയിൽ മേജറായിരുന്നു. ഫോർ ലോങ് 30 years ഐ വാസ് ഇൻ ഡെറാഡൂൺ. എങ്ങനെ മനസ്സിലായി? അല്ല സിനിമയിലൊക്കെ അങ്ങനെയാണല്ലോ. അച്ഛാ, സിനിമയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ റിട്ടയറായി ഭാര്യയും കുടുംബമൊക്കെ ആയിട്ട് ഇവിടെ തന്നെ. ബ്രോക്കർ പറഞ്ഞു കാണുമല്ലോ. ആ ഗുഡ്. ഇവിടെ നിങ്ങൾ സേഫായിരിക്കും, ഒന്നുകൊണ്ടും പേടിക്കില്ല. അതിർത്തിയിലായിരുന്നുകൊണ്ട് തന്നെ ഈ ഫ്ലാറ്റിന് വേറൊരു കാവൽ ആവശ്യമില്ലാന്നറിയാലോ. ഇവിടെ ഒരു ഈച്ച പാറിയാൽ ഞാൻ അറിയും. അല്ല ഈച്ച പറയാ എങ്ങനെ അറിയാ? എൻ്റെ റഡാറിൽ ബീപ്പ് അടിക്കും. ഇതേ തർക്കുത്രം പറയാൻ നിന്നാണ്ടല്ലോ. സോറി. അല്ല, ഞാൻ അത്ര പ്രശ്നക്കാരനല്ല. ലേക്കിൻ എനിക്ക് എൻ്റെതായ ചിട്ടകളുണ്ട്, അത് പാലിക്കണം. അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നത് എൻ്റെ തോക്കായിരിക്കും. തോക്കെങ്ങനെയാ സംസാരിക്കുക? തോട്ടോം ദേ നിന്നോട് ഞാൻ പറഞ്ഞു തർക്കുത്തരം പറയാൻ നിൽക്കരുത്. സോറി. ഞാൻ ഇവിടെ ഒന്ന് പരിശോധിക്കട്ടെ. പിന്നെ സാറേ, സാറിനെ പോലുള്ളൊരു ഉണ്ടാവുന്നതാണ് നമ്മുടെ ഒരു ധൈര്യം. ഈ ഫ്ലാറ്റൊക്കെ ആകെ മാറിക്കിടക്കാണല്ലോ. ഞാൻ ഇതിലൊക്കെ കയറിയിട്ട് കുറെ നാളായി. ഇവിടോ? ഇതിന്റെ അകത്തല്ല, മൊത്തത്തില്. ആ അയ്യോ ഇങ്ങോട്ടെങ്ങാനും വരുമോ? ഏതായാലും ആ മുറി കൂടി ഒന്ന് നോക്കിട്ട്. അല്ല അല്ല സാറേ അതിനകത്തൊന്നുമില്ല.